പാലക്കാട് മലമ്പുഴയിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. 150ഓളം കാർഡ് ബോർഡുകളും 50ഓളം ഫ്ലെക്സ് ബോർഡുകളും ആണ് നശിപ്പിച്ചത്. കൊടുമ്പ പാളയം പ്രദേശത്താണ് ഫ്ലെക്സ് ബോർഡുകൾ തകർത്തത്. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് ബോർഡുകൾ തകർത്തിരിക്കുന്നത്. കാർഡ് ബോർഡുകൾ കൂട്ടിയിട്ട് തീവെച്ചു. സംഭവത്തിന് പിന്നിൽ CPM ആണെന്ന് BJP ആരോപിച്ചു. UDF സ്ഥാനാർത്ഥി A സുരേഷിന്റെ ബോർഡുകളും തകർത്തിട്ടുണ്ട്. മലമ്പുഴയിൽ CPM പരാജയ ഭീതിയിലാണെന്നും BJP അഭിപ്രായപ്പെട്ടു. ഇന്നലെ കുടുംബ പഞ്ചായത്തിൽ രാത്രി 8 മണി മുതൽ രാത്രി 12 മണി വരെ BJPയുടെ പ്രവർത്തകർ മുഴുവൻ തന്നെ ഇന്നലെ നമ്മുടെ ഫ്ലെക്സ് ബോർഡുകളും മറ്റ് അട്ട കെട്ടിയിട്ട് വരുന്ന ബോർഡുകളും എല്ലാം സ്ഥാപിക്കുകയായിരുന്നു. രാത്രി 12 മണിക്ക് ശേഷം CPMന്റെ കുറച്ച് ആൾക്കാർ അവർ നമ്മുടെ ഫ്ലെക്സ് ബോർഡുകളായാലും ശരി 50ഓളം ഫ്ലെക്സ് ബോർഡുകൾ അതുപോലെ തന്നെ 150ഓളം അട്ടയിൽ കെട്ടിയിരിക്കുന്ന ബോർഡുകൾ എല്ലാം നശിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഒരു 10-100ഓളം അട്ടയിൽ കെട്ടിയ ബോർഡുകൾ തീയിടുകയും കൂടെ ചെയ്തിട്ടുണ്ട്. CPMന് ഇപ്പോൾ സത്യം പറഞ്ഞ കൊടുമ്പ് പഞ്ചായത്തിൽ സംബന്ധിച്ചോളം അവർ ഭയങ്കര നമ്മുടെ എന്താ വെച്ചാൽ പ്രവർത്തനം BJP പ്രവർത്തകരുടെ കൂട്ടായ്മ പ്രവർത്തനവും കാര്യങ്ങളും കാണുമ്പോൾ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം കൊടുമ്പ് പഞ്ചായത്ത് മാത്രമല്ല മലമ്പുഴയിൽ തന്നെ അവർ ഭയങ്കര പരാജയത്തേക്ക് പോവുകയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രവർത്തകരെ പേടിപ്പെടുത്താനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനത്തുള്ള സംഭവങ്ങൾ ചെയ്തു പോകുന്നത്. നിങ്ങളുടെ കൂടാണ്ട് കോൺഗ്രസിന്റെ നശിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ 1-2 ഫ്ലെക്സുകൾ കോൺഗ്രസിന്റെ നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ CPMന്റെ വെച്ച ഒരു ഫ്ലെക്സുകളും തന്നെ ഒന്നും ആയിട്ടില്ല. ഒന്നും നശിപ്പിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. CPM പ്രവർത്തകർ തന്നെയാണ് ഇത് ചെയ്തതിൻ്റെ പിന്നിൽ. CPMന്റെ ഒരു ഫ്ലക്സ് ബോർഡുകളോ മറ്റോ ഒന്നും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. കോൺഗ്രസിൻ്റെയും BJPയുടെയാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ CPM അനുഭാവികൾ തന്നെയാണ് ഇത് നശിപ്പിച്ചിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.